ഹലോ ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിതിപ്പോ എവിടെയാന്നല്ലേ? ദാ കണ്ടോളൂ, നാട്ടിൽ വന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് വെക്കേഷൻ. നമ്മുടെ പ്രവാസികൾക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ കുറച്ച് നല്ല മൊമെന്റ്സ്, അതും കൊണ്ടല്ലേ നമ്മൾ തിരിച്ചു പോയിട്ട് അവിടെ സമാധാനത്തോടെ ജീവിക്കുക. സോ ഈ പ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് വേമ്പനാട് കായലിന്റെ തീരത്ത് നിൽക്കുന്ന പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഒരു സമാധാന ലോകം, പുന്നമട റിസോർട്ട്. കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായ ആലപ്പുഴയിലാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഹെറിറ്റേജ് വില്ല വിത്ത് പൂൾ വ്യൂ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറാണ് ഈ റിസോർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ ആരുടെയും കൈ പിടിക്കാതെ ഓടി സ്റ്റെപ്പ് കയറി വരുന്ന എൻ്റെ മോളെ കണ്ടില്ലേ നിങ്ങൾ? ഒരു പഴയ തറവാട്ടിലേക്കോ ഒരു അമ്പലത്തിലേക്കോ ചെല്ലുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്നു. നല്ല ട്രഡീഷണൽ വുഡൻ ആർക്കിടെക്ചറും വളരെ സ്പേഷ്യസും കംഫർട്ടബിളുമായ റൂംസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. മെയിൻ ഹൈലൈറ്റ് ബാത്റൂം ആണ് കേട്ടോ. ഞാൻ ആദ്യം കരുതി അലമാരയാണെന്ന്, തുറന്നു നോക്കിയപ്പോൾ അല്ലേ ഒരു ഓപ്പൺ വാഷ്റൂം. എന്തായാലും എല്ലാത്തിലും ഒരു ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പണ്ടത്തെ തറവാടിലും ഇതുപോലൊരു ചാരുകസേര ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ ഇരിക്കുന്നതാ കണ്ടപ്പോൾ ഓടിപ്പോയി ഇരുന്നതാ. ഈ ചെറുത് സമ്മതിക്കണ്ടേ? എത്തിയ സമയം ഏകദേശം ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അവരുടെ തന്നെ പുന്നമട റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ. ആ ചന്ദനക്കിണ്ണം വീണ പുന്നമട കായലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായലിന്റെ ഭംഗി നോക്കിയിരുന്ന അവസാനം ഫുഡ് ഓർഡർ ചെയ്യാൻ മറന്നുപോയി. അല്ല, ട്രിപ്പ് പോയത് ആരൊക്കെയാന്ന് പറയാൻ ഞാൻ വിട്ടുപോയില്ലേ? അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞു ഭാവി. ആ തൊട്ടിലുള്ള കയറുന്നതുകൊണ്ട് വാശി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അത് ബേബീസിന്റെ ആണ്, ഇപ്പൊ ചീക്കുട്ടി ബിഗ് ഗേൾ അല്ലേ? അപ്പൊ അവൾ എന്നോട് പറയാം, ഇപ്പൊ ചെയ്യാ ബിഗ് ഗേൾ ചെയ്യാട്ടാവുന്ന. ആലപ്പുഴയിൽ വന്നിട്ട് ഫിഷ് കഴിക്കാതെ എങ്ങനെയാ അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ നല്ല ചൂട് ഫിഷ് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. അച്ഛന്റെ ഐക്കോണിക് ഡയലോഗ് നിങ്ങൾ കേട്ടോ, ചാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാവണം. ഈ സ്പീഡ് ബോട്ടിൽ കയറുന്ന കാര്യമാട്ടോ ഈ പറഞ്ഞത്. ഞാനും അച്ഛനും അത്യാവശ്യം പേടിക്കൊള്ളമാരാ. നേരെ മറിച്ച് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും അടിപൊളി ധൈര്യശാലികൾ. ബോട്ടിൽ കയറുന്ന ഡിസ്കഷൻ ആട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഞങ്ങൾ കയറി. ഒട്ടും സ്പീഡാക്കാതെ സ്ലോയിൽ പോകുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ ഒക്കെ ഞങ്ങൾ കയറിയത്. ജിക്കുട്ടി ആദ്യം ഒന്ന് പേടിച്ചിരുന്നെങ്കിൽ പിന്നെയാണ് സെറ്റായി. പാവ എത്ര ധൈര്യം പിടിച്ചിരുന്നാലും ഞാനും അച്ഛനും നല്ല പേടിക്കൊള്ളന്മാരായോണ്ട് അതിന്റെ ആഴം എത്ര ഉണ്ടെന്ന് ചോദിക്കുകയായിരുന്നു അച്ഛൻ. ഇനി അടുത്ത ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ ടാറ്റ, ബൈ ബൈ.